ദുബായ് വാട്ടർ കനാൽ ഇന്ന് UAE ജനങ്ങൾക്കായി സമർപ്പിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ക്രീക്കിന്റെ തുടർച്ചയായ ബിസിനസ് ബേയിൽ നിന്ന് തുടങ്ങി ഷെയ്ഖ് സായ് റോഡ്, സഫ പാർക്ക്, അൽവാസൽ റോഡ്, ജുമേറ 2 എന്നിവ വഴി കടന്നുപോകുന്ന കനാൽ അറബിക്കടലിൽ ചെന്ന് ചേരുന്നു. ദുബായ് RTA, മിറാസ്, മെയ്ദാൻ എന്നിവയുമായി ചേർന്നാണ് 3.2 കിലോമീറ്റർ ദൈർഘ്യത്തിൽ സമയബന്ധിതമായി കൃത്രിമ കനാൽ യാഥാർത്ഥ്യമാക്കിയത്. ഷെയ്ഖ് മുഹമ്മദിന്റെ ഏറെ ബുദ്ധിപൂർവമായ ആശയങ്ങളിലൊന്നാണ് വാട്ടർ കനാൽ എന്ന് RTA ചെയർമാൻ മത്രൽ തായർ അറിയിച്ചു. 4 മുഖ്യ കരാറുകാരും 60 ഉപകരാറുകാരും ചേർന്നാണ് കനാൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. സാങ്കേതിക പ്രവർത്തകരും തൊഴിലാളികളുമടക്കം 4600 പേർ നിർമ്മാണത്തിൽ പങ്കാളികളായി. ഷെയ്ഖ് സായദ് റോഡിലെ 2 പാലങ്ങൾ നിർമ്മിക്കുന്നതടക്കം 5 കരാറുകളാണ് പദ്ധതിക്കായി നൽകിയത്. നാളെ മുതൽ വാട്ടർ ടാക്സികളും ഫെറികളും സർവീസ് ആരംഭിക്കും. ഇരുകരകളിലുമായി ഉയർന്നുവരുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ജീവൻ ന്യൂസ്, ദുബായ്.